ഹലോ. ആ, ഒറ്റപ്പാലത്തെ ഒരു ഡ്രൈവർ വേക്കൻസിൻ്റെ കേട്ടു. നാളെ ഇന്ന് പോയോക്കട്ടെ. ഡേ, ഞാൻ ഒന്ന് ഒറ്റപ്പാലത്ത് പോവാ. ഒരു ഡ്രൈവർ ജോലിയുടെ ഒഴിവ് കണ്ടു. പോയി നോക്കിയിട്ട് വരാം. ആ, ടാറ്റ. ഡ്രസ്സൊക്കെ കൊണ്ടുപോകണോ? അതൊന്നും വേണ്ട. പോയി നോക്കിയിട്ടേ വരികയാണെങ്കിൽ നാളെ ജോയിൻ ചെയ്യുള്ളൂ. ശരി കേട്ടോ, ടാറ്റ. Yes, coming. ഗുഡ് മോർണിംഗ് മാഡം. Yes, good morning. ഇരിക്കൂ. എന്താ കാര്യം? മാഡം, ഇവിടെ ഡ്രൈവർ വേക്കൻസി ഉണ്ടെന്ന് കേട്ടു. അതറിഞ്ഞ് വന്നാണ്. നിങ്ങളോ? ഞാൻ ചെറുപ്പക്കാരെയാണല്ലോ ഉദ്ദേശിച്ചത്. ഇനി ഈ പ്രായത്തിൽ നിങ്ങളെന്ത് ചെയ്യാനാ? ഒന്നാമത് ഇവിടെ ഏജ് കൂടിയവർക്ക് വേക്കൻസി ഇല്ല. അങ്ങനെ പറയരുത് മാഡം. പറ്റ ബുദ്ധിമുട്ടിലാണ്. ഈ ജോലി ചെയ്യാനുള്ള അറിവൊക്കെ എനിക്കുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കലല്ല എൻ്റെ ജോലി. പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കൂ. എനിക്കിവിടെ കുറച്ച് തിരക്കുണ്ട്. എന്നാൽ ശരി മാഡം. മാഡം, മേ ഐ കം ഇൻ? യെസ്, കമ്മിങ്. ഗുഡ് മോർണിംഗ് മാഡം. ഇപ്പോൾ ഇവിടുന്ന് പോയ ആളെ മനസ്സിലായോ? ആരാണത്? അയാൾ ഡ്രൈവർ വേക്കൻസി കണ്ട് വന്നതാണത്രേ. അയാളുടെ ഒരു വേഷം. പ്രായമുള്ളവർക്കൊന്നും ഇവിടെ വേക്കൻസി ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ രണ്ടുപേരും താഴത്ത് സംസാരിച്ചിരിക്കുന്നത് കണ്ടല്ലോ. അയാളെ മുമ്പ് അറിയോ? അതൊരു പഴയ കഥയാണ് മാഡം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്പനി ജോലി ചെയ്തിരുന്നു. അന്ന് അവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നു. പഠിപ്പുണ്ട്, ജോലിയൊന്നും ആയിട്ടില്ല. ഭക്ഷണം കഴിച്ച് 2 ദിവസമായെന്നും പറഞ്ഞു. അദ്ദേഹം അയാൾക്ക് ആദ്യം ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടെ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് ജോലിയും കൊടുത്തു. ഈ കഥയൊക്കെ ഇപ്പം എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? കഥ പറഞ്ഞല്ല മാഡം. അന്ന് ആ കമ്പനിയിൽ ജോലി അന്വേഷിച്ച് വന്ന ചെറുപ്പക്കാരൻ മാഡത്തിൻ്റെ പപ്പയായിരുന്നു. ഓ മൈ ഗോഡ്. അല്ല, അയാളെങ്ങനെ ഇപ്പം ഈ രൂപത്തിൽ? ഫിനാൻഷ്യൽ ക്രൈസിസിൽപ്പെട്ട് അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പോകണം. എനിക്ക് പറ്റിയ തെറ്റ് തിരുത്തണം. ഓക്കെ മാഡം, വീട് ഞാൻ കണ്ടുപിടിക്കാം.